നമസ്കാരം. പി കെ മീഡിയയുടെ ലൈഫ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. തക്കോലത്തെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഒരു നിത്യഹരിത ഫലവൃക്ഷമാണ് തക്കോലം. പ്രധാനമായും സുഗന്ധ മസാലയായി ഉപയോഗിക്കുന്ന ഇതിന്റെ ഫലത്തിനും തക്കോലം എന്ന് തന്നെയാണ് പറയുന്നത്. ഷിസാന്ത്രേസി കുടുംബത്തിലെ ഇല്ലിസിയം ജനുസിൽ വിറം ഇനത്തിൽപ്പെട്ട സസ്യമാണ് തക്കോലം. പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം. ഇതിന്റെ ശാസ്ത്രീയ നാമം ഇല്ലിസിയം വിറം എന്നുള്ളതാണ്. മലയാളത്തിൽ ഇതിനെ തക്കോലം എന്നും തച്ചോലം എന്നും ഒക്കെ വിളിക്കാറുണ്ട്. ഒപ്പം തന്നെ ഇതിനെ തക്കോലപ്പുട്ടിൽ എന്നും തക്കോലപ്പൊട്ടിൽ എന്നും വിളിക്കാറുണ്ട്. ഇംഗ്ലീഷിൽ ഇതിനെ സ്റ്റാർ അനീസ് എന്നാണ് വിളിക്കുക. സംസ്കൃതത്തിൽ ഇതിനെ തക്കോലകം, തക്കോല എന്നൊക്കെ വിളിക്കാറുണ്ട്. ഹിന്ദിയിൽ ഇതിനെ ബാദ്യൻ ഖടാള എന്നും അനസ്വാൻ എന്നും വിളിക്കാറുണ്ട്. തെലുങ്ക് ഭാഷയിൽ ഇതിനെ അനാസപ്പൂവ് എന്നാണ് വിളിക്കുക. തമിഴ് ഭാഷയിൽ ഇതിനെ അന്നശപ്പൂ എന്ന് വിളിക്കാറുണ്ട്. കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം. ആഫ്രിക്ക, ജപ്പാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിൽ ഇത് വ്യാപകമായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇത് കാണപ്പെടുന്നത് അരുണാചൽ പ്രദേശിലാണ്. രൂപവിവരണം നോക്കാം. 20 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു വൃക്ഷമാണ് തക്കോലം. ഇലകൾക്ക് 10 തുടങ്ങി 15 സെന്റിമീറ്റർ വരെ നീളവും 2.5 സെന്റിമീറ്റർ വീതിയുമുണ്ട്. പുഷ്പങ്ങൾ ഒറ്റയായോ പുഷ്പമഞ്ജരിയായിട്ടോ ഉണ്ടാകുന്നു. പുഷ്പങ്ങൾക്ക് മഞ്ഞയോ ചുവപ്പോ നീലലോഹിതമോ നിറമായിരിക്കും. പുഷ്പങ്ങൾ ദ്വിലിംഗിയാണ്. 3 തുടങ്ങി 6 വരെ ബാഹ്യദളങ്ങളും 9 ദളങ്ങളുമുണ്ട്. അനേകം കേസരങ്ങളുണ്ടായിരിക്കും. കേസരതന്തുക്കൾ കട്ടിയുള്ളതാണ്. നക്ഷത്രാകൃതിയിലുള്ള ഫലം 8 പുടകങ്ങൾ ചേർന്നതാണ്. ഓരോ പുടകത്തിലും തിളങ്ങുന്ന തവിട്ട് നിറമുള്ളതും പരന്ന് അണ്ഡാകൃതിയിലുള്ള ഒരു വിത്ത് ഉൾക്കൊള്ളുന്നതുമായിരിക്കും. പൊതുഉപയോഗങ്ങളെ നോക്കാം. ചില രാജ്യങ്ങളിൽ പെർഫ്യൂമുകൾ നിർമ്മിക്കാൻ തക്കോലം ഉപയോഗിക്കുന്നുണ്ട്. കറികൾക്ക് സുഗന്ധവും ഗുണവും വർദ്ധിപ്പിക്കാനായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ മിഠായി, ചൂയിങ്കം, കാലിത്തീറ്റ, മദ്യം, സോപ്പുകള്, ഭക്ഷ്യവസ്തുക്കൾ എന്നിവയിൽ സ്വാദിനും സുഗന്ധത്തിനും ഒപ്പം തന്നെ കുമിൾനാശിനിയായിട്ടും ഒക്കെ ഇത് തക്കോലം ഉപയോഗിക്കാറുണ്ട്. ബിരിയാണിയിൽ ഇത് സാധാരണ നമ്മുടെ നാട്ടിൽ മിക്കവാറും ബിരിയാണികളിൽ ഉപയോഗിക്കുന്നുണ്ട്. ബിരിയാണി കഴിക്കുമ്പോൾ അതിൽ ചേർത്തിട്ടുള്ള ഏലക്കായ, കറുകപ്പട്ട, തക്കോലം മുതലായവ കൂടി ചവച്ചരച്ച് തിന്നേണ്ടതാണ്. സാധാരണ അതിൽ ആൾക്കാർ അത് എടുത്തു കളയാറാണ് പതിവ്. പക്ഷെ അതും കടിച്ചു ചവച്ച് തിന്നാലാണ് കൂടുതൽ ദഹനവും ഉണ്ടാവുകയും അതിലെ ദോഷങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യുള്ളൂ. രാസഘടകങ്ങളെ നോക്കാം. തക്കോലത്തിന്റെ ഫലത്തിൽ എപൈനിൻ, ലിമോനിൻ, അനിഥോൾ, ഡിപൈനിൻ, ഫിലാൻഡ്രിൻ, ഹൈഡ്രോക്വിനൈൻ, സാഫ്രോൺ, ബാഷ്പശീല തൈലം തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ട്. ഔഷധ മൂല്യങ്ങളെ നോക്കാം. ഫലവും തൈലവും ഔഷധയോഗ്യമാണ്. തൈലം ശ്വാസകോശ രോഗങ്ങൾക്കുള്ള ഔഷധങ്ങളുടെയും ചുമ നിവാരണികളുടെയും പ്രധാന ചേരുവയാണ്. മിക്ക ലേപനങ്ങളിലെയും ഒരു പ്രധാന ഘടകമാണ് തക്കോല തൈലം. ഫലം കോഷ്ഠവായു, വായുനാറ്റം, കഫം, ആമവാദം, സന്ധിവാദം, മലബന്ധം, ദഹനക്കേട്, വയർവേദന, അണുബാധ, ശ്വാസകോശ രോഗങ്ങൾ, ഹൃദ്രോഗം, കൃമിരോഗം, അതിദാഹം, അഗ്നിമാന്ദ്യം, അർശരോഗങ്ങള്, നേത്രോരോഗങ്ങള്, കർണരോഗങ്ങള് എന്നിവയൊക്കെ ശമിപ്പിക്കുന്നതാണ്. ദഹനവും വിശപ്പും വർദ്ധിപ്പിക്കുന്നതാണ്. ചിക്കൻ ഗുനിയയിൽ ഇത് ഫലപ്രദമാണെന്ന് പറയപ്പെടുന്നുണ്ട്. ക്യാൻസർ സെല്ലുകളുടെ വളർച്ചയെ ഇത് തടയുന്നതാണ്. ഔഷധ പ്രയോഗങ്ങളെ നോക്കാം. 1. തക്കോലം ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് ഗ്യാസ് ട്രബിളിന് നല്ലതാണ്. അത് ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നതുമാണ്. 2. തക്കോലം ഇട്ട് കാച്ചിയ തൈലം പുറമേ പുരട്ടുന്നത് സന്ധിവാതത്തെ ശമിപ്പിക്കുന്നതാണ്. 3. തക്കോലം, ഗ്രാമ്പു, കറുവപ്പട്ട എന്നിവ 5 ഗ്രാം വീതം എടുത്ത് 5 ഗ്ലാസ് വെള്ളത്തിൽ വെന്ത് 1 ഗ്ലാസ് ആക്കി 1/2 ഗ്ലാസ് വീതം രാവിലെയും വൈകിട്ടും സേവിച്ചാൽ അമിതവണ്ണം കുറയുന്നതാണ്. 4. ആമവാദം, സന്ധിവാദം തുടങ്ങിയ രോഗങ്ങൾക്ക് തക്കോലത്തിൽ നിന്നുണ്ടാക്കുന്ന തൈലം പുറമേ ലേപനമായിട്ട് ഉപയോഗിക്കുന്നത് ശമനം നൽകുന്നതാണ്. 5. തക്കോലം, ഏലത്തരി, കരയാമ്പു, ജാതിപത്രി, ഇലവങ്കം, ചുക്ക്, കുരുമുളക്, തിപ്പലി എന്നിവ ഒരു യുക്തമായ അളവിൽ പൊടിച്ചു ചേർത്ത് ഒരു നുള്ള് നാക്കിന്റെ അടിയിൽ കുറച്ചു സമയം വെച്ചുകൊണ്ടിരുന്നാൽ പുകവലിക്കുന്ന ശീലം മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും.
ശരീരത്തിലെ നിക്കോട്ടിന്റെ അളവ് കുറയ്ക്കുന്നതാണ് ഇത് ചെയ്യുന്നത്. 6 ഇഞ്ചി അല്ലെങ്കിൽ ചുക്ക്, ഗ്രാമ്പു, കുരുമുളക് എന്നിവ ഇട്ട് വെള്ളം തിളപ്പിച്ച് 3 ദിവസം 3 നേരം വീതം കുടിക്കുക. തക്കോലമിട്ട് തിളപ്പിച്ച വെള്ളം 1 ദിവസം 3 നേരം കുടിക്കുക. ഏലക്കായ ഇട്ട് തിളപ്പിച്ച വെള്ളം 1 ദിവസം 3 നേരം കുടിക്കുക. ഈ ഒരു കോഴ്സ് വീണ്ടും ആദ്യം മുതൽ ആവർത്തിക്കുക. ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നാൽ രോഗാണുക്കളെ ചെറുക്കാൻ കഴിയും, കോവിഡ് രോഗാണുക്കളെ തടുക്കും, എല്ലാത്തരം ഇൻഫെക്ഷനിലും ഗുണം ചെയ്യുന്നതാണ്. 7 തക്കോലമിട്ട് വെള്ളം തിളപ്പിച്ച് കുറച്ച് വറ്റിച്ച് കുടിച്ചാൽ ആർത്തവവേദന ശമിക്കുന്നതാണ്. 8 ആർത്തവ വിരാമ സമയത്ത് സ്ത്രീകളിൽ ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾക്ക് തക്കോലം പൊടിച്ച് തുണിയിൽ കെട്ടി അതിൻ്റെ സൂക്ഷ്മ ചൂർണം, അതായത് തീരെ പൊടിയായിട്ടുള്ളത് കുടഞ്ഞു കളഞ്ഞ ശേഷം അത് കൂടെ കൂടെ മണക്കുന്നത് നല്ലതാണ്. 9 തക്കോലവും കറുവപ്പട്ടയും പൊടിച്ച് ലേപനം ചെയ്താൽ മുഖക്കുരു ശമിക്കുന്നതാണ്. 10 തക്കോലവും മഞ്ഞളും പൊടിച്ച് അകത്ത് സേവിക്കുന്നത് കഫരോഗികൾക്ക് നല്ലൊരു ടോണിക്കായിട്ട് അല്ലെങ്കിൽ രസായനമായിട്ടും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. 11 തക്കോലവും കറുവപ്പട്ടയും ചുക്കും കൂടി പൊടിച്ച് 1 ഗ്രാം വീതം ചൂടുവെള്ളത്തിൽ കലക്കി കുടിച്ചാൽ അലർജിക്കും ശ്വാസം മുട്ടലിനും ശമനം കിട്ടുന്നതാണ്. 12 വലതുവശത്ത് വാരിയലിന് താഴെ ഉണ്ടാകുന്ന വയർവേദനയ്ക്ക് തക്കോലം വളരെ ഫലപ്രദമാണ്. തക്കോലത്തിന്റെ അരി വറുത്ത് പൊടിച്ചതോ തൈലമോ ഉപയോഗിക്കാം. തൈലം വേണമെങ്കിൽ പുറത്ത് പുരട്ടിയാൽ മതിയാവും, ഇത് ഗുണം ചെയ്യുന്നതായിരിക്കും. 13 തക്കോലം പൊടിച്ച് ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ തേയില ചേർത്ത് ചായ ഉണ്ടാക്കി കുടിച്ചാൽ ടെൻഷൻ മൂലവും ശാരീരിക പ്രശ്നങ്ങൾ മൂലവും ഉണ്ടാകുന്ന ഉറക്കക്കുറവ് ശമിക്കുന്നതാണ്. അത് വാതത്തെയും കഫത്തെയും ശമിപ്പിക്കുകയും ചെയ്യും. 14 തക്കോലം പൊടിച്ച് ശുദ്ധമായ നെയ്യിൽ വറുത്ത് അതിൽ ചെറിയ ഉള്ളി ചേർത്ത് മൂപ്പിച്ച് നെയ്യോടുകൂടി കഴിച്ചാൽ അർശസും ഫിസ്റ്റുലയും ശമിക്കുന്നതാണ്. വേരിക്കോസിന്റെ ആരംഭത്തിലും ഇത് ഗുണം ചെയ്യും. 15 തക്കോലം വിനാഗിരിയിൽ ഇട്ട് വെച്ചാൽ നല്ല സുഗന്ധമുണ്ടാകും. തക്കോലവും ഗ്രാമ്പുവും കറുവപ്പട്ടയും കൂടി ഇട്ട് വയ്ക്കുന്നത് നല്ലതാണ്. ഇത് ഫ്രോഗിങ് ബർണറിൽ ഒഴിച്ചാൽ നല്ല സുഗന്ധമുണ്ടാവുകയും കൊതുക് മുതലായ പ്രാണികളെ അകറ്റുകയും ചെയ്യും. ഇത് ശ്വസിച്ചാൽ കോവിഡ് മുതലായ അണുബാധ മൂലം ഉള്ള മണവും രുചിയും ക്ഷയിച്ചവർക്ക് ഗുണം ചെയ്യുന്നതായിരിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കാം. ഈ തക്കോലം യുക്തിപൂർവ്വം ഉപയോഗിച്ചാൽ അത് കുറഞ്ഞ മാത്രയിൽ ഛർദിയെ ശമിപ്പിക്കുന്നതും അധിക മാത്രയിൽ ഛർദി ഉണ്ടാക്കുന്നതുമാണ്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചത് ഉപയോഗിക്കാം. പാർശ്വഫലങ്ങളെ നോക്കാം. തക്കോലം ഉഷ്ണവീര്യം ഉള്ളതാകിയാൽ ശരീരത്തിൽ ചൂടധികമുള്ളവരും പിത്തരോഗികളും ഇത് ജാഗ്രതയോടെ ഉപയോഗിക്കണം. അവർക്കിത് ഒരുപക്ഷെ യോജിച്ചെന്ന് വരില്ല. ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിലെ ചികിത്സകൾ വിദഗ്ധനായ വൈദ്യന്റെ നിർദ്ദേശപ്രകാരം വേണം ചെയ്യാനെന്ന കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.